ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ ഇന്ന് മൈക്ക് വെടിവെച്ച് പിടികൂടാനായില്ല. വെളിച്ചക്കുറവിനെ തുടർന്ന് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചു. ദൗത്യം നാളെയും തുടരും. കാലിന് ഗുരുതരമായി പരിക്കേറ്റ കടുവ അവശനിലയിലാണ്. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം മയക്കുവെടി വെച്ച് പിടികൂടി തേക്കടിയിലെത്തിച്ച് ചികിത്സ നൽകാനാണ് വനംവകുപ്പിന്റെ നീക്കം. ഇന്ന് 5 മണിയോടെ തുടങ്ങിയ ദൗത്യം വെളിച്ചക്കുറവിനെ തുടർന്ന് അവസാനിപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 4 മണി മുതൽ ഒരേ സ്ഥലത്താണ് കടുവയുള്ളത്. നാളെ രാവിലെ 8 മണിയോടെ ദൗത്യം പുനരാരംഭിക്കും. നമുക്ക് ലൈറ്റിന്റെ വിസിബിലിറ്റി കിട്ടുന്നില്ല. ആനിമലിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ വിസിബിലിറ്റി പൂറായതുകൊണ്ട് നമുക്ക് ഡാർട്ട് ചെയ്യാനായിട്ടുള്ള എയിം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തേക്ക് തൽക്കാലം അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. നമ്മൾ നാളെ രാവിലെ തന്നെ വീണ്ടും ഓപ്പറേഷൻ പുനരാരംഭിക്കുന്നതാണ്. രാവിലെ നമ്മൾ 7 മണിക്ക് ശേഷമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മിസ്റ്റിൻ്റെ ഒരു ഇതും കൂടെ നോക്കും. ഇന്ന് നമുക്ക് മിസ്റ്റ് ക്ലിയർ ആയാലും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച മേഖലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. രാത്രിയിൽ എരുമേലി റേഞ്ച് ഓഫീസർ ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഓരോ അരമണിക്കൂറിലും തെർമൽ സ്കാനിംഗ് ഡ്രോൺ ഉപയോഗിച്ച് കടുവയെ നിരീക്ഷിക്കും. അതേസമയം കടുവ ജനവാസ മേഖലയിൽ തുടരുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. 24 ഇടുക്കി.